പി വി അൻവറിൻ്റെയും കോൺഗ്രസിൻ്റെയും അഭിപ്രായങ്ങൾ ഒന്ന് തന്നെയാണ്. പി വി അൻവർ ഉയർത്തുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ കടമെടുത്ത് സംസാരിച്ചാൽ പിണറായിസത്തിനെതിരെ ഉള്ള ഒരു നീക്കം. അതുതന്നെയാണ് ഞങ്ങൾ UDF എന്നുള്ള നിലയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഇവിടെ ഞങ്ങൾ വെച്ച് പുലർത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല. 9 വർഷക്കാലമായി കേരളം ഭരിച്ച് മുടിപ്പിച്ച പിണറായിക്കെതിരെയുള്ള ശബ്ദമാണ് ഇവിടെ ഉയർത്തുന്നത്. അപ്പോൾ ആ ശബ്ദം ഇവിടെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ ജനവിധിയിലൂടെ ഈ ഗവൺമെൻറ്റിന് എതിരെയുള്ള ശബ്ദമാണ് പുറത്തു വരാൻ പോകുന്നത്. അത് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ അഭിപ്രായം ഒന്നാണ്, അതേപോലെ തന്നെ ശ്രീ പി വി അൻവറിൻ്റെ അഭിപ്രായം ഒന്ന് തന്നെയാണ്. പി വി അൻവറിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം? ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഇപ്പോൾ പല മീഡിയയിലും കാണാൻ കഴിഞ്ഞു. ഏതായാലും തുടക്കമല്ല ആയുള്ളൂ, ഒന്നും തുടങ്ങിയില്ലല്ലോ. ഇതുവരെ പ്രശ്നം പരിഹരിക്കും, ഉറപ്പായിട്ട് പരിഹരിക്കും. അങ്ങനൊരു സംശയം വേണ്ട. പി വി അൻവറിൻ്റെ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല, പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുറച്ച് കടുത്ത നിലപാടെടുക്കുന്നു. കാരണം ആദ്യം പി വി അൻവർ വ്യക്തമാക്കി പറയട്ടെ, ആര്യ ഷൗക്കത്തിൻ്റെ പ്രസ്താവന പിന്തുണയ്ക്കട്ടെ, അതിനുശേഷം മതി ചർച്ച, അന്നൊരു നിലപാടെടുക്കുന്നുണ്ടോ? അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പലതും ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ വഴിയൊരുക്കും. കെ സുധാകരൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് വെച്ചാൽ ഇനിയൊന്നും ഇരിക്കാനുണ്ടെന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കൂട്ടായ ചർച്ച ഇനി നടക്കാനുണ്ടോ? ശരിക്കും ഉണ്ടല്ലോ. ഇനി ഇവിടെ തുടക്കമല്ല ആയുള്ളൂ. ഇതുവരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നോമിനേഷനൊക്കെ കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പലവട്ടം ഞങ്ങൾ ഇരിക്കും. എന്നാൽ പോലും ചോദിക്കുന്ന പല പ്രസ്താവനകളിലൂടെ സ്ഥാനാർത്ഥിക്കെതിരായി വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ പി വി അൻവർ? ഇല്ല, അങ്ങനെ അതൊക്കെ മാറും. അതൊക്കെ പെട്ടെന്നുള്ള ഓരോ വികാരത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു സംശയമില്ല. ശുഭപ്രതീക്ഷ തന്നെയാണ്. ശുഭപ്രതീക്ഷ എന്നല്ല, 101% പ്രതീക്ഷയാണ്. ഇവനോട് കൂടി ഉണ്ടാവുന്ന കാര്യത്തിൽ എല്ലാവരും ഉണ്ടാവും. വിജയത്തിൻ്റെ കാര്യത്തിൽ കൂടെ ഒന്ന് പറയും. വിജയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ 101% അതിനപ്പുറത്ത് പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു. എന്തായാലും ഇവിടെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. എന്തായാലും പി വി അൻവറിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലോ UDF നേതാക്കൾക്കിടയിലോ അഭിപ്രായ വ്യത്യാസമില്ല. പി വി അൻവർ UDFനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.